നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഐവറി കോസ്റ്റിനെതിരെ വിജയിച്ച കളിയിൽ തന്നെ ജർമ്മനിക്ക് ഒരു അലാം കോൾ മുഴങ്ങിയതാണ്. മറ്റൊന്നുമല്ല, ഷോൾട്ടർ ബെക്കിന് പരിക്ക്. അദ്ദേഹത്തിന് ഒരുപക്ഷെ വേൾഡ് കപ്പിൽ ഇനി കളിക്കാൻ പറ്റിയേക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അത് കൺഫേം ചെയ്തിരിക്കുന്നു. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ജർമ്മനിയുടെ അടുത്ത മത്സരം ഇക്വഡോറിനെതിരെയാണ്. ജൂൺ 26 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 കളി. ആ കളിക്കും തുടർന്നുള്ള കളികൾക്കും നിക്കോളാസ് ഷോൾട്ടർ ബെക്ക് ഉണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ ഒഫീഷ്യലി DFB അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കൊന്ന് പോവുകയാണ്. ദി DFB കൺഫേംസ് ദാറ്റ് നിക്കോ ഷോൾട്ടർ ബെക്ക് ഈസ് ഔട്ട് ഓഫ് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് കപ്പ്. ഹി വിൽ സ്റ്റേ വിത്ത് ദി ടീം ഇൻ ദി US ഫോർ ദി ടൈം ബീയിങ്. അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താണ്. വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല, പക്ഷേ ടീമിനോടൊപ്പം അദ്ദേഹം തുടരുകയും ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജൂലിയൻ നഗൽസ്മാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഷോൾട്ടിയെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് കളിക്കളത്തിൽ മിസ് ചെയ്യും. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡിഫൻഡറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്ലേ മേക്കിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി, ബിൽഡപ്പിന് സഹായിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് ആവേണ്ടതായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഇന്നലെ ചീർ ചെയ്തതാണ്. ലക്കിലി അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗൈയാണ്. ഓൾറെഡി അദ്ദേഹം ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴേ നോക്കി തുടങ്ങുകയാണ്. ഏതായാലും അദ്ദേഹം ടീമിനോടൊപ്പം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ടീമിനോടൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഒരു ഗുഡ് സൈനാണ്. കാരണം അദ്ദേഹത്തിന് കളിക്കളത്തിന് പുറത്ത് ടീമിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിലും ടീം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വെൽ എക്യുപ്ഡ് ആണ്. ജൊനാഥൻ ഠാ, അതുപോലെ അന്റോണിയോ റൂഡിഗർ, അതുപോലെ വാൽഡമർ ആൻ്റൺ, മാലിക് തിയാവ് എന്നിവരൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്ത് നമുക്കത്ര വലിയ പ്രശ്നങ്ങളില്ല എന്നുകൂടി ജൂലിയൻ നഗൽസ്മാൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.